ഹലോ. അപ്പോൾ നമ്മുടെ SSC CGL ടയർ 2 ക്ലാസ് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ടയർ 2 ക്ലാസ് പോകുമ്പോൾ അതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോബ്ലം കണ്ടു. അപ്പോൾ ആക്ച്വലി അതൊരു സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ചെറിയ വീഡിയോ പോലെ ഇടണം എന്ന് എനിക്ക് തോന്നി. കാരണം ആ പ്രോബ്ലം ഒരുമാതിരിപ്പെട്ട എല്ലാ പരീക്ഷയിലും ഇപ്പോൾ ചോദിക്കാറുണ്ട്. അതിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന എക്സാംസ് എല്ലാത്തിലാണെങ്കിലും SSC എക്സാം ആണെങ്കിലും RRB എക്സാംസ് ആണെങ്കിലും UPSC സിസാറ്റിൽ മേ ബി ഉണ്ടാവും എന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. PSC പരീക്ഷകളിലും ഇപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കോൺസെപ്റ്റാണ്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റും വളരെ സിമ്പിളായിട്ടൊരു കോൺസെപ്റ്റും ആയതുകൊണ്ട് തന്നെ ചില ആൾക്കാർ അത് ഒരുപാട് സമയമെടുത്ത് ചിലപ്പോൾ കുളമാക്കി ചെയ്തു വയ്ക്കാറുമുണ്ട്. അതുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യൻ്റെ എക്സാമ്പിൾ എടുത്തിട്ട് ആ കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. സോ കോൺസെപ്റ്റ് ഇത് ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ തന്നെയാണ്, ഡിസോണസ്റ്റ് സെല്ലർ കോൺസെപ്റ്റ്, അഥവാ ചതിയനായ കച്ചവടക്കാരൻ. അങ്ങനെ നമുക്ക് വിളിക്കുമ്പോഴാണ് ആ കോൺസെപ്റ്റ് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത്. ഒന്നുമില്ല, നമ്മൾ സിമ്പിൾ ലോജിക്കാണ്. ഇപ്പോൾ കടകളിൽ നമ്മൾ പോകുമ്പോൾ എന്താണ് ഇത്, നമ്മൾ വെയിങ് മെഷീനിൽ ഇപ്പോൾ ഡിജിറ്റലായിട്ടുള്ളതാണ്, പക്ഷേ വെയിങ് മെഷീനിൽ നമുക്ക് 1 കിലോയുടെ കട്ട വെക്കുന്നതിന് പകരം കുറച്ച് ചെറിയ കട്ട, ഇപ്പോൾ 750 ഗ്രാമിൻ്റെയോ 900 ഗ്രാമിൻ്റെയോ ഒക്കെ വെച്ചിട്ട് നമ്മളൊരു സ്ഥലത്തു നിന്നൊരു സാധനം വാങ്ങുന്നു. ആ വാങ്ങിയ സാധനം ഒരു പ്രത്യേക വിലയ്ക്ക് നമ്മൾ കൊടുക്കുന്നു. ഇങ്ങനെയുള്ള അപ്പോൾ കൊടുക്കുമ്പോൾ നമുക്ക് വരുന്ന നഷ്ടം, ലാഭം, പിന്നെ ഈ കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ ഒരു ചതിയനായ കച്ചവടക്കാരനായിട്ട് വരുന്ന സിനാറിയോസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ തന്നെ അങ്ങനെ ഒരു സിനാറിയോ. നേരെ തിരിച്ചു വരുന്നതുണ്ട്. വാങ്ങുമ്പോൾ നമുക്ക് ലാഭം സംഭവിക്കുന്നതും കൊടുക്കുമ്പോഴും ലാഭം സംഭവിക്കുന്നതും, അങ്ങനെ എന്ത് സിനറിയും വരാം. രണ്ടുപേര് തമ്മിൽ A എന്നും B എന്നും പറഞ്ഞ രണ്ടുപേര് തമ്മിൽ ഒരു കച്ചവടം നടക്കുന്നു. അതിൽ കുറച്ച് വെയ്റ്റിൻ്റെയോ തൂക്കത്തിൻ്റെയോ പ്രൈസിൻ്റെയോ ഒക്കെ പേര് കുറച്ച് ഇൻകൺസിസ്റ്റൻസീസ്, കുറച്ച് കുറവൊക്കെ നടക്കുന്നു. അപ്പോൾ വരുന്ന ലാഭത്തിൻ്റെ ശതമാനം എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള ടൈപ്പ് ചോദ്യമാണ്. അതുകൊണ്ട് ഇത് എല്ലാ ടൈപ്പ് പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങളിത് കണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എളുപ്പത്തിൽ അത് ഒരുപാട് കാൽക്കുലേഷൻ ഒന്നും ചെയ്യാതെ സമയം ലാഭിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. ട്രിക്കല്ല, രീതിയാണ് ഞാൻ പറയുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ബേസിക്കലി ഡിസോണസ്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, ഡിസോണസ്റ്റ് സെല്ലർ ചതിയനായ കച്ചവടക്കാരൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ നമുക്ക് വരുന്ന രണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പ്രോഫിറ്റും ലോസിൻ്റെയോ ആണ്, അല്ലേ? പ്രോഫിറ്റും ലോസിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ ആ ചോദ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ചോദ്യത്തിലെ ഭാഷ എന്താണ് എന്ന് നോക്കി മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ സിമ്പിൾ അയക്കുക. മാക്സിമം നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അത് കൂടുതൽ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. എല്ലാ കാര്യത്തിനെയും സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ, ബിക്കോസ് ഓഫ് ദ ടൈം കൺസ്ട്രെയിൻ, അല്ലേ? അപ്പോൾ സിമ്പിളായിട്ട് പറയുമ്പോൾ നിങ്ങൾ രണ്ട് കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ലാഭം നമുക്ക് എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഞാനൊരു സാധനത്തിനെ കുറച്ച് പൈസ കൊടുത്ത് വാങ്ങിച്ചു, അതിനെ കോസ്റ്റ് പ്രൈസ് എന്ന് വിളിക്കും. എന്നിട്ട് കുറച്ച് പൈസയ്ക്ക് വിൽക്കുന്നു, അതിനെ സെല്ലിംഗ് പ്രൈസ് എന്ന് വിളിക്കുന്നു, അല്ലേ? അപ്പോൾ ഈ കൊടുത്ത പൈസ ഇതിനേക്കാൾ കൂടുതലാവുമ്പോഴാണ് ലാഭം. കൊടുത്ത പൈസ ഇതിനേക്കാൾ കൂടുതലാവും. അപ്പോൾ വാങ്ങിച്ച പൈസ കുറച്ചും കൊടുത്ത പൈസ കൂടുതലാവുമ്പോൾ ലാഭം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ലാഭം വരുന്ന ഫിഗർ ഇവിടെ എഴുതുക, നഷ്ടം വരുന്ന ഫിഗർ ഇവിടെ എഴുതുക. മീൻസ് വലിയ ഫിഗർ എഴുതുക, ചെറിയ ഫിഗർ ഇവിടെ എഴുതുക. നഷ്ടം വരുന്നതല്ല, വലിയ ഫിഗർ ഇവിടെ എഴുതുക, റൈറ്റ് സൈഡിൽ എഴുതുക, ചെറിയ ഫിഗർ ലെഫ്റ്റ് സൈഡിൽ എഴുതുക. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ, ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്നത്? ലാഭമാണ് ഉണ്ടാവുന്നത്. നേരെ തിരിച്ചോ, ഞാൻ വലിയൊരു തുകയ്ക്ക് വാങ്ങിയിട്ട് ചെറിയൊരു തുകയ്ക്ക് കൊടുത്താൽ നഷ്ടം, അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ചെറിയതും റൈറ്റ് സൈഡിൽ വലുതും. ലോസ് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വലുതും കോസ്റ്റ് പ്രൈസ് വലുതും, റൈറ്റ് സൈഡിൽ ചെറുതും. ഈ ഒരു കോൺസെപ്റ്റ് എപ്പോഴും മൈൻഡിൽ നന്നായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം സേവ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഈ ചോദ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ചോദ്യം അപ്പോൾ ഇത് ഓർമ്മയുണ്ടല്ലോ, ഇതിവിടെ ഇരിക്കട്ടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ. ചോദ്യം ഇതാണ്: B purchased 15 kilogram apples at the rate of ₹180 per kilogram from a wholesaler who uses a weight of 950 grams for the kg weight. അതായത് ഒരു കടയുണ്ട്, ആ കടയിൽ ആൾ 1 കിലോ തൂക്കം വെക്കേണ്ടതിന് പകരം വയ്ക്കുന്നത് 950 ഗ്രാംസ് ആണ് വെക്കുന്നത്. അതായത് 50 ഗ്രാം അവൻ നമ്മളെ പറ്റിക്കുന്നുണ്ട്. അവൻ നമ്മൾ 50 ഗ്രാം കുറച്ചാണ് അവൻ നമുക്ക് തരുന്നത്. എന്നിട്ട് ബി എന്ന് പറഞ്ഞ ആൾ ഈ കടക്കാരൻ, അതായത് ഈ ചതിയനായ കടക്കാരൻ്റെ അടുത്ത് നിന്ന് 180 രൂപയ്ക്ക് 1 കിലോയ്ക്ക് 180 എന്നുള്ള റേറ്റിൽ 15 കിലോഗ്രാം ആപ്പിൾ വാങ്ങി.
എന്നിട്ട് എന്ത് ചെയ്തു, ബി സോൾഡ് ഓൾ ദീസ് ആപ്പിൾസ് അറ്റ് റുപ്പീസ് 180 per kilogram ബട്ട് യൂസ്ഡ് എ വെയിറ്റ് ഓഫ് 750 grams ഫോർ ദ കിലോഗ്രാം. ബി എന്ത് ചെയ്തു, ബി അതിനേക്കാൾ വലിയ ചതിയന. ബി ശരി 150 രൂപയ്ക്ക് വാങ്ങിയ സാധനം അതേ റേറ്റിന് വിറ്റു, പക്ഷേ എന്ത് ചെയ്തു, 1 കിലോ കൊടുക്കേണ്ടതിന് പകരം 750 ഗ്രാമേ കൊടുത്തുള്ളൂ. ഫൈൻഡ് ദ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഏൺഡ് ബൈ ബി ഇൻ ദ ട്രാൻസാക്ഷൻ. അതായത് അവസാനം ബിക്ക് ഒരു ലാഭം കിട്ടുന്നുണ്ട്, ആ ലാഭത്തിൻ്റെ ശതമാനം എത്രയാണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ശതമാനം എന്ന് പറഞ്ഞാൽ ബിക്ക് ചിലവായ പൈസയുടെ എത്ര ശതമാനമാണ് ബിക്ക് കിട്ടിയ ലാഭം എന്നുള്ളത്. മനസ്സിലായല്ലോ, ബിയുടെ ലാഭ ശതമാനമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, ഇവിടെ നമ്മുടെ കഥാനായകൻ, നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള ബിക്ക് എന്താ സംഭവിക്കുന്നത്, ബി ആദ്യം പോയിട്ട് ചതിയനായ ഒരു കടക്കാരൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്നു. ചതിയനായൻ്റെ കടക്കാരൻ്റെ അടുത്ത് വാങ്ങുമ്പോൾ ബിക്ക് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, നഷ്ടം സംഭവിക്കും. നഷ്ടം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്, ലെഫ്റ്റ് സൈഡിൽ വലിയ ഫിഗർ എഴുതണം, റൈറ്റ് സൈഡിൽ ചെറിയ ഫിഗർ എഴുതണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആ നഷ്ടം സംഭവിച്ച ആദ്യം എഴുതാം. അപ്പോൾ ബി കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് എന്താ ചെയ്തത്, 150 15 നിൽക്കട്ടെ, അതിന് വരെ ഇങ്ങനെ പറയാം, 950 1000 ഗ്രാം വരേണ്ട അടുത്ത്, അതായത് 1 കിലോ വരേണ്ട അടുത്ത് 950 വന്നുള്ളൂ. അപ്പോൾ ഏതാ വലുത്, ഏതാ 1000. അപ്പോൾ അത് വലുത് ഇപ്പുറത്ത് എഴുതുക, ചെറുതെന്താ വന്നുള്ളൂ, 950 ഗ്രാംസേ വന്നുള്ളൂ. എന്നിട്ട് ഈ ബി എന്ത് ചെയ്തു, അത് കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഇനി നേരെ സ്വന്തം വീട്ടിൽ വന്നിട്ട് ഇത് വിറ്റപ്പോൾ എന്ത് ചെയ്തു, വിറ്റപ്പോൾ ബിക്ക് ലാഭം വരുമ്പോൾ എന്താ, ഇങ്ങനെ ലാഭം വരുമ്പോൾ ചെറിയ ഫിഗർ ഇവിടെയും വലിയ ഫിഗർ വലത് സൈഡിലും എഴുതണം. എങ്ങനെയാണ് വിറ്റത്, ചെറിയ ഫിഗർ എന്താ, 750 ഗ്രാമേ കൊടുത്തുള്ളൂ. എന്ത് കൊടുക്കേണ്ട സ്ഥലത്ത്, വലുതേതാ, 1000 കൊടുക്കേണ്ട സ്ഥലത്ത്. കണ്ടോ, അപ്പോൾ ഈ ലാഭത്തിലുണ്ടായ ശതമാനം ചോദിക്കുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, ഈ 1000 ക്രോസ് ആയിട്ട് വെട്ടണം, ഈ 1000 വെട്ടിപ്പോയി, ഇതും പോയി, അതും പോകുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം, 5 വെച്ച് 75 95 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതായത് ബിയുടെ എന്താ പ്രോഫിറ്റാണ് ഞാൻ പറയുന്നത്, 75 95 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. 75 രൂപ ചിലവായി ബിക്ക് 95 രൂപ കിട്ടി. അങ്ങനെ 5 കൊണ്ട് വെട്ടാമല്ലോ, 5 കൊണ്ട് വെട്ടുമ്പോൾ എന്ത് വരും, 15 എന്താ 19 വരും. 5 കൊണ്ട് വെട്ടുമ്പോൾ 15 19 വരും. സോ ബിയുടെ കേസിൽ എന്താ, ബിയുടെ ലാഭം എന്ന് പറഞ്ഞാൽ 15 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയിട്ട് 19 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ എത്ര രൂപ ലാഭം, 4 രൂപ. 4 രൂപയാണ് ലാഭം. അത് ഇതിൻ്റെ എത്ര ശതമാനമാണ്, 15ൻ്റെ എത്ര ശതമാനമാണ്, എങ്ങനെയാണ് പിടിക്കുന്നത്, 4/15 × 100 എന്ന് പറയുമ്പോൾ എന്താ, 400/15. 400നെ 15 കൊണ്ട് ഹരിക്കണം. എങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ, നമ്മൾ 60ൽ എത്ര 15 ഉണ്ട്, 64 15 ഉണ്ട്, 64 15 ഉണ്ട്. 120 അപ്പോൾ 8 15 ഉണ്ട്. 120 വരുമ്പോൾ എന്തായി, 360 അപ്പോൾ 360ൽ 8 × 3 24 15 ഉണ്ട്. 360ൽ 24 15 ഉണ്ട്. അപ്പോൾ 400ൽ എത്ര 15 ഉണ്ട്, പിന്നെ ബാക്കി എത്ര കൂടെ ഉള്ള 40ൽ എത്ര, 40ൽ 2 15, അപ്പോൾ 26 പോയിന്റ് സംതിങ് വരും. 26 പോയിന്റ് സംതിങ് വരുന്നത് എന്താ ഉള്ളത്, ഓപ്ഷൻ ബി 26.67%. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇത് ഞാൻ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് തന്നെ, ചെറിയ വീഡിയോ ആയിട്ട് തന്നെ ഇടാം. നിങ്ങൾ ആരെങ്കിലും, കാരണം എന്താണെന്നറിയോ, ഇത് ആക്ച്വലി മെയിൻസ് മാത്രമല്ല, ശരിയാ, ഇത് പ്രിലിംസ് ടയർ 1 എഴുതുന്ന ആൾക്കാർക്കും ഇത് യൂസ് ആവും. നമ്മുടെ ഫൗണ്ടേഷനായിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ടല്ലോ, അവരും PSCക്കാർക്കും ഇത് യൂസ് ആവും. PSCയിലും ഇങ്ങനത്തെ എല്ലാ സിസാറ്റിലും, UPSC സിസാറ്റിലും എല്ലായിടത്തും ഇങ്ങനെയുള്ള ഡിസോണസ്റ്റ് സെല്ലിങ്ങിൻ്റെ പരിപാടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ആയിട്ട് കൂടെ ഇടാം, ഒരു സ്റ്റാൻഡ് അലോൺ വീഡിയോ ആയിട്ട്, കാരണം അപ്പോൾ എല്ലാവരും കാണുമല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.